എവരിവൺ, ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഉണ്ടാക്കുന്നത് കണ്ടാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തി ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്, ഇത് ഞാൻ ചുട്ടെടുക്കണം. ചപ്പാത്തിക്ക് മാവ് കുഴച്ചപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ അകത്ത് നെയ്യ് ഒഴിച്ചിട്ടാണ് കേട്ടോ കുഴച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോഴത്തേക്കും നെയ്യ് ഒഴിക്കണ്ടല്ലോ. ഇതൊക്കെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയപ്പം നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. ആദ്യം ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. കടുക് വറുത്തെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തുനിന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി വേണ്ടത് മുട്ടയാണ്. മുട്ട ഒന്ന് വേവിച്ചെടുക്കണം. വഴറ്റി വെച്ചിരിക്കുന്ന അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പാകമായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. മുട്ടക്കറിയൊക്കെ തിളച്ച് റെഡിയായിട്ട് തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ കുക്കറിൽ വെച്ചേക്കുന്ന ചോറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് മോരുകറി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കണത് മോരുകറി. അപ്പോൾ ഞാൻ ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള കുമ്പളങ്ങ അരിഞ്ഞു വെച്ചത് വേവിക്കാൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിങ്ങനെ മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും താഴത്തോട്ട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചട്ടിയുടെ താഴ്ഭാഗം എന്തോ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേറെ ചട്ടിയിലേക്ക് മാറ്റിയിട്ടോ. പിന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് തിളച്ച് നന്നായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ തൈര് അടിച്ചെടുത്തത് അതും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതിലേക്ക് താളിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ഞാൻ താളിക്കാൻ വേണ്ടിയിട്ട് കടുകും ഉലുവയും എടുത്തിട്ടുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ചിരുന്ന ആ സാധനങ്ങളെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഈ സാധനത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തോരന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത് അരിഞ്ഞു വെച്ചേക്കുന്നത്. തോരൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് പപ്പടം വറുത്തെടുക്കുന്നുണ്ടേ. അതിനുശേഷം നമുക്ക് തോരന് വേണ്ടിയിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി തോരൻ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ സംഭവം റെഡി ആയിട്ടോ.